ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു ചിക്കൻ കൊണ്ടാട്ടം ആയാലോ? അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് ഒരു 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്താണ്. നമ്മൾ ചിക്കൻ കഴുകുമ്പം അതിനകത്ത് 1 ടീസ്പൂണ് വിനീഗറും കൂടെ ഒഴിച്ച് കഴുകുകയാണെങ്കിലുണ്ടല്ലോ നല്ലതാണ്. അങ്ങനെ കഴുകുകയാണെങ്കിൽ മീനാണേലും ചിക്കനാണേലും ബീഫാണേലും ഒക്കെ ഇച്ചിരി വിനീഗർ ഒഴിച്ച് കഴുകണം. അപ്പോൾ നല്ലതാണ്. ഇനി നമുക്ക് അതിലേക്ക് ഉള്ള കൂട്ടിടാവേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടണം. ഞാനിതിന് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ഈ ചെറുനാരങ്ങ നീരില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഒഴിച്ചാൽ നല്ലതാണ്. അപ്പം ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുക്കും. ഒരു നാരങ്ങയുടെ നീരാണ്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ഈ മസാലയൊക്കെ ഇന്ന് തേച്ച് പിടിപ്പിക്കാം. ഞാനിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം നമുക്കൊന്ന് വയ്ക്കാം. ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഞാനിതിൽ കാര്യമായിട്ട് ചേർക്കേണ്ട നമ്മുടെ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ കുറച്ചിട്ട് നമുക്കിതൊന്നും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കാവേ. ചിക്കനൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ചുവന്ന മുളകാണ്. ഒരു 10-20 മുളകുണ്ട്. ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് എടുക്കാം. കുറച്ച് മതിയെങ്കിൽ കുറച്ചെടുക്കാം. പിന്നെ ഒരു 150 ഗ്രാമോളം കൊച്ചുള്ളിയാണ്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒന്നിച്ചല്ല കേട്ടോ, മുളക് വേറെയായിട്ട് ചതയ്ക്കണം, ഉള്ളി വേറെയായിട്ട് ചതയ്ക്കണം. നമുക്കതൊന്ന് അരയാൻ പാടില്ലേ, ചെറുതായിട്ടൊന്ന് ചതയാനേ പാടുള്ളൂ. കൊച്ചുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നമ്മുടെ ഇടിയുരലിലിട്ട് ചതയ്ക്കുക ചെയ്താൽ മിക്സിയിലാകുമ്പോൾ അത് വെള്ളമായി പോകും. ഒന്ന് കറക്കിയാൽ തന്നെ ശരിയാവില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മിക്കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ല അതാണ്. പിന്നെ ഇപ്പോൾ ആരും ഉമ്മിയൊന്നും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. പിന്നെ മുളക് ഞാൻ മിക്സിയിൽ തന്നെയാണ് ചതച്ചത്. അത് പിന്നെ കുഴപ്പമില്ല, ഒന്ന് കറക്കുമ്പോൾ ശരിയായിക്കോളും. നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ പുരട്ടി വെച്ച് മസാലയൊക്കെ പിടിച്ച് 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് വറുത്ത് കോരാനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലാണേലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും വെജിറ്റബിൾ ഓയിലൊക്കെ ഒഴിച്ച് വറക്കാം. എണ്ണയൊന്ന് ചൂടാകട്ടെ. നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം. അല്ലാതെ നല്ല ചൂടിലേക്ക് ഇങ്ങനെ പൊരിക്കാൻ ഇട്ട് കൊടുക്കല്, നമ്മുടെ മേത്തേക്കൊക്കെ തെറിക്കും. അപ്പോൾ നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ ചിക്കൻ പെരട്ടിയിട്ട് കൊടുക്കാം. ഇതുകൊണ്ട് മസാലയൊക്കെ പുരട്ടി നല്ല സുന്ദരനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിതാ ഒരു ട്രിപ്പിൽ തന്നെ അത്യാവശ്യം വലിയ ചട്ടി ആയതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ലോ ഫ്ലെയിം തന്നെ ഇടണം. തീ കൂട്ടിയിടല് നന്നായിട്ട് ഒത്തിരി അങ്ങോട്ട് പിന്നെ മുരിഞ്ഞങ്ങോട്ടാവണ്ട, എന്നാലും നമ്മളൊന്ന് വറുത്തെടുക്കും പോലെ ഒന്നാവണം. നന്നായിക്കോട്ടെ. ഇച്ചിരി നേരം അങ്ങനെ ഒന്ന് കിടക്കട്ടെ അല്ലേ. നമ്മുടെ ചിക്കൻ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്നുകൂടി ഒന്ന് തിരിച്ചും കൂടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് വെന്തോട്ടല്ലേ. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും. ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നും കൂടിയൊക്കെ ഒന്ന് എല്ലാ സൈഡും ഒന്ന് വേവട്ടെ. നമ്മുടെ ചിക്കൻ ഇതാ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റാവേ. ഞാനത് മുഴുവനും കോരി മാറ്റി. നമുക്കിതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയിട്ട് കുറച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള എണ്ണ എടുത്തിട്ട് ബാക്കി മാറ്റി വെക്കാം. ഞാൻ ആ പൊരിച്ച എണ്ണയിൽ നിന്ന്
കുറച്ച് എണ്ണ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്തിട്ട് ബാക്കി മാറ്റി നമ്മൾ ആ പൊടിയൊക്കെ അങ്ങ് ഒഴിവാക്കണേ. ഇനി എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചതച്ച് വെച്ചേക്കുന്ന കൊച്ചുള്ളി നമുക്കിതിലോട്ടിട്ട് വാട്ടണം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റണം. നമുക്ക് ഈ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത് പേസ്റ്റ്, 1 ടീസ്പൂണ് വെള്ളുള്ളി ചതച്ച പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റാം. നമുക്കിതിൽ കറിവേപ്പിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില ഇച്ചിരി നനവോടെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ കറിവേപ്പില നല്ല പൊട്ടുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ കറിവേപ്പില നമ്മൾ പൊടിക്കുമ്പം നന്നായിട്ട് പൊടിയും. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ചു വന്ന പോലെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കിട്ടില്ലേ, അതുപോലെ ഇതിൽ ഇച്ചിരി കറിവേപ്പില ഇച്ചിരി കൂടുതൽ ഇടുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ഒരുപാടല്ല, കുറച്ച് കറിവേപ്പിലയൊക്കെ കൂടുതലിടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലോണം ഉണ്ടാകും. ഇനി എന്താ നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളകില്ലേ, ചുവന്ന മുളക്, അതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റണം. ഇതാ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഈ മുളക് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണം വരും. ഇപ്പം നമ്മുടെ മസാല കൂട്ടുകളെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. എന്നിട്ടിത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി പിടിപ്പിക്കാം. ഈ മസാലയെല്ലാം ഇതിലേക്ക് പിടിപ്പിക്കണം. ഞാൻ മസാലയെല്ലാം ഇളക്കി നന്നായിട്ട് ഇതിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ട, തീ സിമ്മിലിട്ടുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ആയിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ കിട്ടുമ്പം നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എല്ലാവരും കമൻ്റൊക്കെ ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. സൂപ്പർ.